നമസ്കാരം. ഇറാൻ തിരിച്ചടിയിൽ ഇസ്രയേലിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിലെ ബെയ്ത് ഷെമേഷ് നഗരത്തിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലാണ് 9 പേർ കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ 23 പേർക്ക് പരിക്കേറ്റതായും ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും മാഗൻ ഡേവിഡ് അഡോം ആംബുലൻസ് സർവീസ് അറിയിച്ചു. നഗരത്തിലെ ജനവാസ മേഖലയിലാണ് മിസൈൽ പതിച്ചത്. ആക്രമണത്തിൽ ഒരു സിനഗോഗ് പൂർണ്ണമായും തകരുകയും സമീപത്തെ വീടുകൾക്കും ബോംബ് ഷെൽട്ടറിനും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ബെയ്ത് ഷെമേഷിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ 6 പേരെ ഷാരി സെഡിക് മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. ഇതിൽ ട്രോമ യൂണിറ്റിൽ പ്രവേശിപ്പിക്കപ്പെട്ട 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉൾപ്പെടുന്നു. ഈ കുട്ടിയുടെ നില തൃപ്തികരമാണ്. മറ്റുള്ളവരുടെ നിലയും തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മറ്റ് 4 സ്ത്രീകൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകളോടെ ബെയ്ത് ഷെമേഷിലെ ടെറം എമർജൻസി മെഡിക്കൽ സെന്ററിൽ ചികിത്സ നൽകി. ഇതിൽ മുറിവുകളേറ്റ 52-കാരിയായ സ്ത്രീയും അവരുടെ 18 വയസ്സുള്ള മകളും മിസൈൽ അവശിഷ്ടങ്ങൾ തട്ടി പരിക്കേറ്റ 60-കാരിയും ഉൾപ്പെടുന്നു. കൂടാതെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതിനിടെ വീണ് പരിക്കേറ്റ 75 വയസ്സുള്ള ഒരു വൃദ്ധയും ഇവിടെ പ്രവേശിപ്പിച്ചു. ഹദ്സ ഐൻ കെറേമിൽ 2 കുട്ടികളെയും 76 വയസ്സുള്ള ഒരാളെയും പ്രവേശിപ്പിച്ചു. 3 പേരും ബോധാവസ്ഥയിലാണെന്നും നില മെച്ചപ്പെട്ടതായും ഡോക്ടർമാർ അറിയിച്ചു. ഹദ്സ മൗണ്ട് സ്കോപ്പസിൽ ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്. നഗരത്തിലെ ഒരു കെട്ടിടത്തിന് നേരെ മിസൈൽ നേരിട്ട് പതിക്കുകയായിരുന്നുവെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. മിസൈൽ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ശനിയാഴ്ച അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഇറാൻ മിസൈൽ വർഷം നടത്തിയത്. അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ UAE-ൽ 3 പേർ കൊല്ലപ്പെടുകയും 58 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും അധികൃതർ അറിയിച്ചു. UAE പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇതുവരെ 152 ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തു. കൂടാതെ 2 ക്രൂയിസ് മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു. മൊത്തം 541 ഇറാനിയൻ ഡ്രോണുകൾ കണ്ടെത്തിയതായും അതിൽ 506 എണ്ണത്തെ തകർത്തുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ പൗരന്മാരാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കുവൈറ്റിൽ ഒരാൾ കൊല്ലപ്പെടുകയും 32 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്നാണ് ഈ സംഭവങ്ങളെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പരിക്കേറ്റവർ അൽ-അദാൻ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണം കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. വിമാനത്താവളങ്ങൾക്കും തുറമുഖങ്ങൾക്കും നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ കൂടി ബാധിച്ചതോടെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളും വലിയ ആശങ്കയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികളുള്ള മേഖലയാണ് പശ്ചിമേഷ്യ. ഏകദേശം 80 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഇവിടെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ബഹ്റൈൻ, കുവൈത്ത്, UAE, ഖത്തർ തുടങ്ങിയ എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും നിലവിൽ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്കയിലാണ്. അതേസമയം ഗൾഫ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക യോഗം ചേർന്നു. വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനായിട്ടുള്ള പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. സംഘർഷം കടക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും ആവശ്യമെങ്കിൽ അയൽ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വ്യോമസേനയോടും നാവികസേനയോടും സജ്ജരായിരിക്കാൻ നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങൾ ഭാഗികമായി അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ ഇടങ്ങൾ കണ്ടെത്തി പ്രത്യേക വിമാനങ്ങൾ അയക്കുന്നതിനുള്ള ഓപ്പറേഷൻ അജയ് പോലുള്ള പുതിയൊരു മിഷൻ ആരംഭിക്കാനും തീരുമാനമായി. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ പ്രവാസികളുമായി നേരിട്ട് ബന്ധപ്പെടാനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ ഉറപ്പാക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ 80 ലക്ഷത്തിലധികം പ്രവാസികളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും മുന്നിൽ സൗദി അറേബ്യയാണ്. 25.9 ലക്ഷം പ്രവാസികൾ സൗദി അറേബ്യയിലുണ്ടെന്നാണ് കണക്ക്. UAE-ൽ 34.2 ലക്ഷം, ഒമാനിൽ 13.75 ലക്ഷം, കുവൈത്തിൽ 11.52 ലക്ഷം, ഖത്തർ 7 ലക്ഷം, ബഹ്റൈൻ 3.2 ലക്ഷം എന്നിങ്ങനെയാണ് ഇന്ത്യക്കാരുടെ കണക്ക്. ആക്രമണത്തിന് തുടക്കം കുറിച്ച് ഇസ്രയേലിൽ 97,467 ഇന്ത്യൻ പ്രവാസികളും ജോർദാനിൽ 20,760 ഇന്ത്യക്കാരുമാണുള്ളത്. ഏറ്റവും കുറവ് ഇന്ത്യൻ പ്രവാസികളുള്ളത് ഇറാനിലാണ്. 4,337 പേരാണ് ഇവിടെയുള്ളത്.